ഹലോ, ഞാനും ആരെയും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാം കേട്ടോ. എറണാകുളത്തേക്കാണ് വിട്ടേക്കുന്നത്. അപ്പോൾ ദേ എടപ്പള്ളി പരാഗിലാണ് ഞങ്ങൾ ആദ്യം കയറാൻ പോകുന്നത്. ഞങ്ങൾക്കും പിന്നെ കസ്റ്റമേഴ്സിനും കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കണം. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ധാവണി സെറ്റ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എടുക്കാം. പിന്നെ കസ്റ്റമേഴ്സിനും കുറച്ച് തുണി എടുക്കാനുണ്ട്. കുറച്ചൊക്കെ അവിടെ നിന്ന് എടുത്തു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച 1-2 കളേഴ്സ് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ദേ ജയലക്ഷ്മിയിലേക്ക് പോയി. ഇത് പാലാരിവട്ടത്തുള്ള പുതിയ ജയലക്ഷ്മി കേട്ടോ. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ദേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്നാൽ അമ്മയ്ക്കൊരു സാരി നോക്കാം, ഞങ്ങൾക്ക് മെറ്റീരിയലും കൂടി നോക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സൈഡിലേക്കാണ് പോയത്. ഞങ്ങൾക്കൊരു ടൈപ്പ് ബനാറസി ഞങ്ങൾ ഉദ്ദേശിച്ചൊരു കളർ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മുടെ വർക്കുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, നെറ്റിൽ വർക്ക് വരുന്നത്, അങ്ങനത്തെ ഒരു വയലറ്റ് കളർ, അതാണ് ഞങ്ങൾ നോക്കി നടക്കുന്നത്. അപ്പോൾ അത് കിട്ടുമെന്നും കൂടി നോക്കണം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ആദ്യം റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷനിലേക്ക് പോയി. പോണ വഴിക്കാണ് ദേ ചുരിദാർ മെറ്റീരിയൽസ് കിടപ്പുണ്ട്. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ഒന്ന് സെറ്റായിട്ട് വേണം ഞങ്ങൾക്ക് സാരിയും ചുരിദാറും ഒന്ന് നോക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ അത് തപ്പി റണ്ണിങ് മെറ്റീരിയലിൻ്റെ സൈഡിലേക്ക് വന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച കളർ ഇവിടെ നിന്നും കിട്ടിയില്ല. മിക്കവാറും അത് ഡൈ ചെയ്യേണ്ടി വരും. പിന്നെ അമ്മയ്ക്ക് സാരി നോക്കി, ഞങ്ങൾക്ക് ചുരിദാറും നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ ആലുവ പരാഗിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോത്തീസിൽ കയറി, അങ്ങനെ പിന്നെ കലൂരുള്ളൊരു പരാഗി കയറി, അവിടെയൊക്കെ കയറി ലാസ്റ്റ് ഞങ്ങൾ ആലുവയിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ മിക്കപ്പോഴും ആലുവ തന്നെയാണ് കേട്ടോ വരാറ്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് വേറെ സ്ഥലത്തേക്ക് പോകാറുള്ളൂ. പക്ഷേ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാണ്. ആദ്യം ഒന്ന് എറണാകുളം സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച കളർ ഇവിടെയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളത് മെറ്റീരിയൽ എടുത്ത് ഡൈ ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിക്കണേ. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ മെറ്റീരിയലും ഇവിടെ നിന്ന് കിട്ടി, എല്ലാം എടുത്തു. ഇവിടെ നിന്ന് കുറച്ച് കോട്ടൻ്റെ ഒക്കെ ആയിട്ട് കോട്ടൺ തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ജോർജറ്റും നെറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഡൈ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ. ഹലോ, ഞാനും ആരെയും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാം കേട്ടോ. എറണാകുളത്തേക്കാണ് വിട്ടേക്കുന്നത്. അപ്പോൾ ദേ എടപ്പള്ളി പരാഗിലാണ് ഞങ്ങൾ ആദ്യം കയറാൻ പോകുന്നത്. ഞങ്ങൾക്കും പിന്നെ കസ്റ്റമേഴ്സിനും കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കണം. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ധാവണി സെറ്റ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എടുക്കാം. പിന്നെ കസ്റ്റമേഴ്സിനും കുറച്ച് തുണി എടുക്കാനുണ്ട്. കുറച്ചൊക്കെ അവിടെ നിന്ന് എടുത്തു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച 1-2 കളേഴ്സ് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ജയലക്ഷ്മിയിലേക്ക് പോയി. ഇത് പാലാരിവട്ടത്തുള്ള പുതിയ ജയലക്ഷ്മി കേട്ടോ. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്നാൽ അമ്മയ്ക്കൊരു സാരി നോക്കാം, ഞങ്ങൾക്ക് മെറ്റീരിയലും കൂടി നോക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സൈഡിലേക്കാണ് പോയത്. ഞങ്ങൾക്കൊരു ടൈപ്പ് ബനാറസി ഞങ്ങൾ ഉദ്ദേശിച്ചൊരു കളർ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മുടെ വർക്കുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, നെറ്റിൽ വർക്ക് വരുന്നത്, അങ്ങനത്തെ ഒരു വയലറ്റ് കളർ, അതാണ് ഞങ്ങൾ നോക്കി നടക്കുന്നത്. അപ്പോൾ അത് കിട്ടുമെന്നും കൂടി നോക്കണം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ആദ്യം റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷനിൽ